പാരഗണിനെ കുറിച്ചിട്ട്, പാരഗൺ ഹോട്ടലിനെ കുറിച്ച് പറയാനുള്ളത്, ഒരു 3 പതിറ്റാണ്ട് മുമ്പ് ഒരു പെപ്പർ ബീഫിലൂടെ തുടങ്ങിയ ഒരു പ്രണയകഥയാണ് എനിക്ക് പാരഗണായിട്ടുള്ളത്. അത് പിന്നീട് പലതരം ഭക്ഷണങ്ങളിലൂടെ മുന്നോട്ട് പോയി. ഇന്നും കഴിഞ്ഞ 30 വർഷത്തിലേറെയായിട്ട് പാരഗണിൻ്റെ ഒരു സ്ഥിരം കസ്റ്റമറാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇരിക്കുന്ന അങ്ങനെ ഒരു വലിയ ഫുഡി എന്ന് സ്വയം അവകാശപ്പെടാൻ കഴിയുമായിരുന്ന ഒരാളാണ്. ഞാനിപ്പോൾ കുറച്ചൊന്ന് പ്രായമാകുമ്പോൾ അത് കുറച്ചിട്ടുണ്ടെങ്കിലും, അതുകൊണ്ട് വളരെ ആദരവോടെ സ്നേഹത്തോടെ ഞാൻ സുമേഷിനെ കാണുന്നു. അതുകൊണ്ട് തന്നെ സുമേഷിൽ നിന്ന് തന്നെ ആരംഭിക്കും. ഇങ്ങനെയൊരു ഫുഡ് കൾച്ചർ അത് പാരമ്പര്യമായിട്ട് കിട്ടിയതാണെന്നറിയാം. പക്ഷേ ഇത്ര വലിയ ഒരു രീതിയിലേക്ക് കോഴിക്കോടിൻ്റെ മാത്രമല്ല, മലബാറിൻ്റെ മാത്രമല്ല, ഇന്ത്യയിലും പിന്നീട് പുറത്തും ദുബായിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ വ്യാപിപ്പിച്ച ഒരു ഭക്ഷണ സംസ്കാരം, ഇതിൻ്റെ ഒരു ഉറവിടം അല്ലെങ്കിൽ തുടക്കം അതെങ്ങനെയാണ്? അത് സുമേഷ് തന്നെ കേൾക്കാൻ താല്പര്യം. കാലിക്കറ്റ് എനിക്ക് തോന്നുന്നു പണ്ട് മുതലേ പിന്നെ മലബാറിൻ്റെ ഫുഡ് നമ്മൾ ആരും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ ഞാനിതിൽ ഇറങ്ങാൻ കാരണം നിർബന്ധമായിട്ടുള്ള ഒരു ഫെയ്റ്റിൻ്റെ ഒരു കാരണമാണ്. ഫാദർ ഡൈഡ് വെൻ ഐ വാസ് ജസ്റ്റ് 13 years old. അപ്പോൾ പിന്നെ സ്ഥാപനം എൻ്റെ മദർ സർവൈവൽ ഒരു ഇതിനു വേണ്ടി മുന്നോട്ട് കൊണ്ടുപോകും. 10-22 വയസ്സാകുമ്പോൾ ഐ ഹാഡ് ടു എൻ്റർ ചെയ്ത് നോക്കുമ്പോൾ അന്നൊക്കെ വളരെ വിഷമമുള്ള ഒരു ഫീൽഡായിരുന്നു. ബിസിനസ് ഇതേമാതിരിയൊന്നുമില്ല. നല്ല എന്താ പറയുക, കഷ്ടപ്പാടുകളിലൂടെ പോയൊരു കാലഘട്ടമായിരുന്നു. അപ്പം അന്ന് ഒറ്റ വഴിയുള്ളൂ, ബിസിനസ് ഉണ്ടാക്കണമെങ്കിൽ എന്താണെന്നുള്ള കുറേ കാലം ഐ വാസ് ട്രൈ. എനിക്ക് തോന്നുന്നു 5-6 കൊല്ലം ഫെയിലിയേഴ്സ് ആഫ്റ്റർ ഫെയിലിയേഴ്സ് വന്നിട്ട് ലാസ്റ്റ് നമ്മുടെ സിറ്റുവേഷൻ എത്തുമല്ലോ, അതായത് യു ഡു ഓർ ഡൈ സിറ്റുവേഷൻ. നമ്മൾ ചെയ്തേ പറ്റൂ അല്ലെങ്കിൽ ഇല്ല, ആ ലെവലിൽ എത്തുന്ന ഒരു ഫിനാൻഷ്യലി ഒക്കെ എത്തിയൊരു സിറ്റുവേഷൻ. എന്താണെങ്കിലും ഇതൊന്ന് ചെയ്ത് പിന്നെ വിജയിപ്പിച്ചേ പറ്റൂ എന്നൊരു മനസ്സിലൊരു വാശി വരികയും അതിലേക്കൊരു ഫൈനൽ ട്രൈ കൊടുത്തപ്പോൾ അതിൽ ഞാൻ കുറേ ഇന്നോവേഷനാണ് എൻ്റെ ബേസിക് ആയിട്ടുണ്ടായ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ പോയിന്റ്. അപ്പോൾ ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ അന്ന് വെള്ളയപ്പം ആക്ച്വലി ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഡിഷായിരുന്നു കേരളത്തിൽ. വെള്ളയപ്പം ഈവനിങ് കൊടുക്കൽ ആർക്കും അറിയാത്തൊരു കാര്യമാണ്, കമേഴ്ഷ്യലി. അപ്പം എനിക്ക് വീട്ടിൽ നിന്ന് മദർ തരാറുണ്ടായിരുന്നു വെള്ളയപ്പവും നല്ല മത്തിക്കറിയും. അത് മത്തി മൂലി, ആക്ച്വലി ഇറ്റ് വാസ് ലൈക്ക് സാഡിൻ മൂലി, മാക്രൽ മൂലി വിത്ത് അപ്പം അലോങ് വിത്ത് മട്ടൺ സ്റ്റൂ. ഇത് രാത്രി ഇറക്കുമ്പോൾ അന്ന് കുറേ ആൾക്കാർ പറഞ്ഞു, അയ്യോ അതൊരു പ്രാക്ടിക്കൽ അല്ല, നിങ്ങൾ അതിൽ നിൽക്കണ്ട, ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. പക്ഷെ ദാറ്റ് വാസ് എ ബിഗ് ടേണിംഗ് പോയിന്റ്. പിന്നെ ഞാൻ പറയാന്ന് വെച്ചാൽ നമ്മളെ പല ആൾക്കാരെയും നമ്മളന്ന് ഇൻസ്പയർഡ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ, എൻ്റെ അച്ചാച്ചൻ്റെ കഥകൾ ഞാൻ കേട്ടിട്ടായിരുന്നു വളർന്നത്. അദ്ദേഹം ഹൈജീനുള്ള ഇമ്പോർട്ടൻസ്, ഇൻഗ്രീഡിയൻസിനുള്ള ഇമ്പോർട്ടൻസ്, അതേപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരാളായിരുന്നു കേരളത്തിൽ അഥവാ കാലിക്കറ്റിൽ സാഗറിൻ്റെ ഓണർ ഹംസക്ക എന്നാണ് നമ്മൾക്ക് അന്ന് കേട്ടത്. അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഭയങ്കര ഇൻഗ്രീഡിയൻസിൻ്റെ പ്രാധാന്യം കൊടുത്തൊരു വ്യക്തിയായിരുന്നു. ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കഥകൾ. ഇതേമാതിരി ഒരു തക്കാളി മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ആ കൊട്ടയടക്കം അയാൾ ഒഴിവാക്കുന്നത്. എൻ്റെ ഗ്രാൻഡ് ഫാദറെ പറ്റിയിട്ടും ഇങ്ങനത്തെ ക്വാളിറ്റിയിൽ അത് ഞാൻ അതേപോലെ അഡാപ്റ്റ് ചെയ്തു. അതായത് നമ്മൾ ലാഭമോ നഷ്ടമോ ഒന്നും നോക്കാതെ നമ്മൾ അങ്ങേയറ്റം 2 കാര്യത്തിൽ പ്രോമിനൻസ് കൊടുക്കുക. ഒന്ന്, ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഏറ്റവും നല്ലത്, ഏറ്റവും കോസ്റ്റ്ലി. രണ്ടാമത്തത്, ഹൈജീൻ അങ്ങേയറ്റം എവിടെയൊക്കെ നമ്മളെ കൊണ്ട് സാധിക്കുന്ന പോലെ കീപ്പപ്പ് ചെയ്യുക. ടേസ്റ്റ് ഫോളോസ് വെൻ യു എംഫസൈസ് ഓൺ ഇൻഗ്രീഡിയൻസ്. ഇപ്പോൾ ഇറ്റാലിയൻ ഡിഷോ ജാപ്പനീസ് ഡിഷോ ഒക്കെ നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഇന്റർനാഷണൽ ലെവലിൽ അവർ പറയുന്നത് ഞങ്ങൾ വേറെ ഒന്നും ചെയ്തില്ല, ഏറ്റവും നല്ല ക്വാളിറ്റി പ്രോഡക്റ്റ് ഫ്രോം ദ സോഴ്സ്, ദ വേ ഇറ്റ് ഇസ് കൾട്ടിവേറ്റഡ്, ദേ സ്റ്റാർട്ട് ഫ്രോം ദർ. ഫാമിംഗ് തുടങ്ങും അതിൻ്റെ ക്വാളിറ്റി കോൺഷ്യസ്നസ്, സോ ദാറ്റ് യു ഗെറ്റ് എ excellent product at the end of it and simply make it and give it.